ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ പഴമകൾ ഉറങ്ങുന്ന ഒരു സ്കൂളുണ്ട്, ഒരു LP സ്കൂൾ. ഇപ്പോൾ അവിടേട്ടൊന്ന് പോയി നോക്കിയാലോ? അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. വെൽക്കം ടു മൈ ചാനൽ. ഈ സ്കൂളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇത് ബിൽഡിംഗ് പണിയെടുത്തത് 1913-ലാണ്. അന്ന് മുതൽ ഇന്ന് വരെ അതേ ഒരു ലെവലിൽ തന്നെയാണ് ഈ സ്കൂൾ പോകുന്നത്. ഇപ്പോൾ ഒരുപാട് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പോൾ പെയിന്റ് അടിച്ചു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഷേപ്പ്, ആ ഒരു നേച്ചർ, ആ അറ്റ്മോസ്ഫിയർ എല്ലാം അവർ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഇതൊരു LP സ്കൂളാണ്. പണ്ട് കാലത്ത് ഇത് ഇവിടുത്തെ ഒരു സെൻറ് മേരീസ് ചർച്ചിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് അത് ഗവൺമെൻറ് സ്കൂളായിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കാൻ പോയാലോ? നല്ല രസമുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ കമോൺ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്കൂളിൻ്റെ പുറകിലാണ്. അവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്ത് സെറ്റപ്പായിട്ട് അവർ ആ ഗാർഡനൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. സ്ഥലത്തിൻ്റെ പരിമിതിക്കുള്ളിൽ അവർ ഒരുപാട് ക്രിയേറ്റിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള, കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട്, ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാമല്ലേ? പിരിഞ്ഞിട്ടാണ് നമ്മുടെ പൂമ്പാറ്റ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പൂമ്പാറ്റകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഏരിയ. കുട്ടികളും ടീച്ചേഴ്സും കൂടെ നിർമ്മിച്ചിട്ടുള്ള ഒരു ശലഭോദ്യാനമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് എത്ര തരം ചിത്രശലഭങ്ങളെയൊക്കെ ഇവിടെ കാണാൻ പറ്റുമെന്ന് ഇപ്പോൾ കാണാം, നമുക്ക് തന്നെ കണ്ടറിയാവുന്നതാണ്.
വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.